നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ഭരണാനുമതിയായി. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം നാടെങ്ങും ശക്തമാകുന്നു. പോക്സോ പീഡനക്കേസിൽ പ്രതിയായ CPM നേതാവിനെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് BJP ധർണ നടത്തി. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് 8 കോടി രൂപയുടെ ഭരണാനുമതി. 2 മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കുമെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചു. 2020-21 ബഡ്ജറ്റിൽ 5 കോടി രൂപയും 2021-22 ബഡ്ജറ്റിൽ 3 കോടി രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. 2 നിലകളിലായി 45 ഷോപ്പുകൾ, 2 കഫ്റ്റേരിയ, 2 ഹാളുകൾ തുടങ്ങിയവ എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡിസൈൻ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൈമാറിയിരുന്നു. സാങ്കേതിക അനുമതിയും ടെൻഡർ നടപടികളും വേഗത്തിൽ സ്വീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ 2 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് ഹൃദയത്തിൽ നിന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ലഹരി ഉപേക്ഷിക്കൂ, നാടിനെ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. AR റോഡ് ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് പെരുങ്ങോട്ടുകര 4 കൂടിയ സെന്ററിൽ സമാപിച്ചു. വാർഡ് മെമ്പർ ആന്റോ തിറയൻ വിദ്യാർത്ഥി സോല സന്തോഷിന് പതാക കൈമാറി ലഹരി വിരുദ്ധ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് വിജയ പ്രകാശൻ, ആതിര, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് VK പ്രദീപ്, ആശാ വർക്കർ സുശീല രാജൻ, ജാഗ്രതാ സമിതി അംഗങ്ങളായ ബൈജു ബാലൻ, ലൂയിസ് താണിക്കൽ, രേണുക റിജു, മജീദ് പോക്കാക്കില്ലത്ത്, കിസ്മത്ത്, ലില്ലി ജോസ്, സജിത സുനിൽ എന്നിവർ സംസാരിച്ചു. അംഗൻവാടി ഹെൽപ്പർമാരായ ഗീത, നിമ്മി, സംഘാടക സമിതി അംഗങ്ങളായ വിൻസെന്റ് കുണ്ടുകുളങ്ങര, റിജു കണക്കന്തറ എന്നിവർ നേതൃത്വം നൽകി. ലഹരിയെ ഒഴിവാക്കുന്നതിനും ലഹരി ഉപയോഗിക്കുന്നവരെ ശ്രദ്ധയിൽപ്പെട്ടാൽ വിളിച്ചറിയിക്കേണ്ട നമ്പറുകൾ എഴുതിയ ബോർഡുകൾ വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. 100ഓളം വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് റാലിയിൽ അണിചേർന്നത്. ഹൃദയത്തിൽ നിന്നും എൻ്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ലഹരി വിരുദ്ധ സന്ദേശവുമായി AR റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആരംഭിച്ച് പെരുങ്ങോട്ടുകര 4 കൂടിയ സെൻറ്ററിൽ സമാപിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ലഹരി വിരുദ്ധ സന്ദേശ റാലി ഒരുക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CDSഉം അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ADSഉം അതുപോലെ നമ്മുടെ അംഗനവാടി ടീച്ചർമാർ, ഹെൽപ്പർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ തന്നെ വാർഡിലെ യുവജന വിദ്യാർത്ഥികൾ, വരും തലമുറയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ സമിതിയുടെ ആളുകൾ ഈ വാർഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വികസന സമിതി തുടങ്ങി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ റാലി നടത്തുന്നത്. ചന്തപ്പടി സൗഹൃദ കൂട്ടായ്മ പുത്തൻപീടിക ലഹരിക്കെതിരെ കളിയാണ് ലഹരി എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മേഖലാതല കാരംസ് ഡബിൾസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 8-ാം വാർഡ് മെമ്പർ അനിത ശശി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻലി തട്ടിൽ, ബിജു അണ്ടേഴത്ത്, ക്ലബ് പ്രസിഡന്റ് ജിമ്മി ടിയ, ക്ലബ് സെക്രട്ടറി ഗിരീഷ് മാസ്റ്റർ, ട്രഷറർ റിജോയ് നമ്പിയത്ത് എന്നിവർ സംസാരിച്ചു. ചന്തപ്പടി കൂട്ടായ്മയുടെ ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലഹരിക്കെതിരെ കുട്ടികൾക്ക് വേണ്ടി ഫോട്ടോഗ്രാഫി ക്ലാസ്സും അതുപോലെ തന്നെ ടൂർണമെൻറ്റും സംഘടിപ്പിച്ചിട്ടുള്ള ചന്തപ്പടി കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരാൻ. അത് വളർന്നു വരുന്ന കുട്ടികൾക്ക് തുടർന്ന് ഇതിലേക്ക് വേണ്ട ഫോട്ടോഗ്രാഫി ക്ലാസ്സുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാമെന്നത് ഞാൻ പറഞ്ഞു തരാണ്. എക്സസൈസിൻ്റെ ഭാഗത്തുനിന്നായാലും അല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നായാലും ക്ലാസ്സുകൾ വെച്ച് തരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. CPM താന്യം വടക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം ചെമ്മാപ്പള്ളി സെന്ററിൽ സംഘടിപ്പിച്ചു. CDS ചെയർപേഴ്സൺ സുജിത നരേഷ് പ്രതിജ്ഞ ചൊല്ലി. തുടർന്ന് മനുഷ്യചങ്ങല നടത്തി. കവിതാലാപനം, ഫ്ലാഷ് മോബ് എന്നിവയുണ്ടായി. തുടർന്ന് ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധ പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്തെ പല ഈ ലഹരി മരുന്നുകളും അമ്മയ്ക്കോ അച്ഛനോ ഫ്രണ്ട്സിനൊന്നും മനസ്സിലാവില്ല. കഴിച്ചവരുടെ ചില ശൈലികളാണ്.
അങ്ങനെ കുറെ അപകടം ഉണ്ട്. ആ അപകടം എങ്ങനെ സംഭവിക്കണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഒരു പൊതുവർത്തമാനം കേട്ടത് കുട്ടികളൊക്കെ ആകെ മോശമാണ്. സ്കൂൾ കുട്ടികൾ, കോളേജ് സ്റ്റുഡൻസ്, അവരൊക്കെ ആകെ കൗമാരപ്രായക്കാർ, അവരൊക്കെ ആകെ കുഴപ്പമാണ്. അവർക്കൊരു കുഴപ്പമില്ല. അല്ല, എങ്ങനെ വേണം പരിശോധിച്ചത്? അവർക്കൊരു കുഴപ്പമില്ല. അവരിൽ ചില കുട്ടികളെ കുരുത്തി വെച്ച് പിടിച്ച് ഹാപ്പിനെസ് പറഞ്ഞ്, സന്തോഷം പറഞ്ഞ്, സെലിബ്രേഷൻ പറഞ്ഞ്, ചിലപ്പോൾ ചില ഡ്രഗ്സ് ഒക്കെ കൊടുത്ത് മക്കളെ അവരറിയാതെ തന്നെ അവർ കുഴപ്പത്തിരിക്കാറുണ്ടാവും. CPM താന്യം വടക്ക് LC അംഗം NA പീതാംബരൻ അധ്യക്ഷനായി. ചേർപ്പ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. CPM താന്യം വടക്ക് LC സെക്രട്ടറി CP ജോസ്, KS ഷിബു എന്നിവർ സംസാരിച്ചു. പോക്സോ പീഡന കേസിൽ പ്രതിയായ CPM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BS ശക്തിധരനെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടും ശക്തിധരനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കയ്പമംഗലം പോലീസ് സ്റ്റേഷന് മുൻപിൽ BJP സായാഹ്ന ധർണ നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു അധ്യക്ഷയായി. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അജയ് ഘോഷ്, KG ദിലീപ്, സെക്രട്ടറി നിഷാന്ത് ഈക്കോട്ട് എന്നിവർ സംസാരിച്ചു. IAS പദവി കരസ്ഥമാക്കിയ അന്തിക്കാട് കല്ലിടവഴി സ്വദേശി ഡോക്ടർ MC റെജിലിന് അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹാദരവ് നൽകി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. IAS നേടി വളരെ പരിശ്രമിച്ചിട്ടാണ് ഈ നിലയിലെത്തിയത്. ആദ്യം നമ്മളുടെ പ്രിയപ്പെട്ട ഡോക്ടറായിരുന്നു. ഞങ്ങൾ പഴയ കാലം മുതൽ തന്നെ പരിചയമുണ്ട്. നമ്മൾ ഏത് രാത്രിയിൽ വിളിച്ചാലും രജിൽ നമ്മളടുത്ത് ഇവിടെ എത്തും. അപ്പം അന്ന് മുതലുള്ള പരിചയമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ IAS നേടി നമുക്ക് ഉയർന്ന നിലയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും രജിലിന് പറയുന്നു. വൈസ് പ്രസിഡന്റ് PS സുജിത് അധ്യക്ഷനായി. ജ്യോതി രാമൻ, ലീന മനോജ്, ശരണ്യ രജീഷ്, സരിത സുരേഷ്, രഞ്ജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വന്ന 5 IAS ഓഫീസർ പ്രൊമോഷൻ തസ്തികയിൽ ഒന്നാണ് എൻ്റേത്. എൻ്റെ ഒപ്പമുള്ള 4 ബാച്ച്മേറ്റ്സ് കൂടിയാണ് വന്നത്. 11 വർഷം മുമ്പ് ഡെപ്യൂട്ടി കളക്ടറായിട്ട് കയറിയതാണ്. 8 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊമോഷൻ തസ്തികയിലാണ് കിട്ടിയത്. വളരെ സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഒരു IAS കിട്ടാമെന്നുള്ള ഭാഗ്യം തന്നെയാണ്. ഒരു സാധാരണക്കാരൻ്റെ ഡ്രീം തന്നെയാണ്. അത് കിട്ടിയത് സന്തോഷം. അതിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഉള്ള ഒരു സപ്പോർട്ടോടുകൂടി തന്നെയാണ് കിട്ടിയത്. കാരണം ഡെപ്യൂട്ടി കളക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഡിഫിക്കൽട്ട് പോസ്റ്റാണ്. ഇതുവരെ 11 വർഷങ്ങൾക്കിടയിൽ 5 ജില്ലകളിലായിട്ട് ഏകദേശം 16 ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഫ്രീക്കിലേക്ക് ട്രാൻസ്പോർട്ടും ആ സമയത്ത് കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് സപ്പോർട്ട് ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മുൻകൈ തന്ന് ഒരു അനുമോദനം നൽകിയതിൽ വളരെ സന്തോഷമുണ്ട്. തളിക്കുളം AMUP സ്കൂളിലെ കിൻഡർ ഗാർട്ടൻ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. അമൃതബോധിനി എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് KA തിലകൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ KV സിജിത് അധ്യക്ഷനായി. ഹെഡ് മിസ്ട്രസ് ഷീഭ ടീച്ചർ, സ്കൂൾ PTA പ്രസിഡന്റ് സുകന്യ ഉവീഷ്, PA സജീവ്, ആശ ടീച്ചർ, ഷിജിത് ടീച്ചർ, അഷിത ടീച്ചർ, അനൂന ടീച്ചർ, ഷിനി അനിൽ, KV പീതാംബരൻ, MV അഭിമന്യു, VV വേലായുധൻ എന്നിവർ സംസാരിച്ചു. ഒരു അംഗീകാരം കൂടെ ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ ടീച്ചേഴ്സും പേരൻസും PTA എല്ലാവർക്കും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ പരിപാടിയുടെ ഇന്റർനാഷണൽ ഗ്രാജുവേഷൻ്റെ നല്ല രസമുള്ള കാര്യം, ഇത് ഭാവിയിൽ ഈ പിള്ളേർക്കുള്ള ഒരു പ്രചരണം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇന്ത്യക്കാരൻ്റെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു.
തൃശൂർ ഡിസ്ട്രിക്ട് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU മണലൂർ പഞ്ചായത്ത് സമ്മേളനം TS മനോഹരൻ നഗറിൽ ചേർന്നു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. MK സദാനന്ദൻ, VK വേലായുധൻകുട്ടി, TV മനോഹരൻ, KS വിവേക്, PJ ജോൺസൺ എന്നിവർ പങ്കെടുത്തു. അപകടഘട്ടങ്ങളിൽ പ്രതിരോധം തീർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കലീസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും വനിതാ പോലീസിൻ്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും ബോധവൽക്കരണ ക്ലാസ് നടത്തി. അഗ്നിരക്ഷാസേനയുമായി ചേർന്ന് തീപിടുത്തത്തിൽ നിന്ന് രക്ഷ നേടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായി. ക്ലബ് പ്രസിഡന്റ് സുജിത്, സെക്രട്ടറി ജിനേഷ് എന്നിവർ നേതൃത്വം നൽകി. മതിലകത്ത് ഭരണി ഭക്തർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ സ്വകാര്യ ബസ്സിലിടിച്ച് അപകടം. ടെമ്പോ ട്രാവലറിലുണ്ടായിരുന്ന 6 പേർക്ക് പരിക്കേറ്റു. ഇവരെ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകം പോലീസ് സ്റ്റേഷന് മുന്നിൽ ദേശീയപാതയിലായിരുന്നു അപകടം. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസിന്റെ പുറകിൽ ടെമ്പോ ട്രാവലർ ഇടിക്കുകയായിരുന്നു. ഒറ്റപ്പാലം സ്വദേശികളാണ് ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്നത്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. അല്ല, ഇക്കൊല്ലം 10ാം ക്ലാസ്സിലല്ലേ? ബോർഡ് എക്സാം ഇങ്ങെടുത്തൂലോ. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും വേണ്ട. ഉന്നത വിജയത്തിന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് വലപ്പാട് ITDCയുടെ CBSE വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 45 ദിവസത്തെ സമ്മർ വെക്കേഷൻ ക്രാഷ് കോഴ്സ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മുഴുവനായും ഈ 45 ദിവസം കൊണ്ട് പഠിക്കാം. മറ്റു വിഷയങ്ങൾ ഫസ്റ്റ് ടൈമിലേക്കുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കെല്ലാം പഠിച്ചു തീർക്കാന്നേ. പിന്നെ എന്തിന് ടെൻഷൻ? പിന്നെ വെക്കേഷനൊക്കെ അല്ലേ? ഇവിടെ പഠനം മാത്രമല്ല, ദിവസവും ഒരല്പനേരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോഴ്സിന് അവസാനം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പുമുണ്ട്. അപ്പോ വേഗം പോരെ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പൊളിക്കാം. ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വെക്കേഷൻ ക്ലാസുകളുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ +2 എക്സാമിന്റെ കിക്കിലാണോ? എന്നാൽ അതൊന്നുമല്ല മക്കളെ കാര്യം. നീറ്റ്, JEE, കീം, CUT ഇതൊക്കെ എഴുതി നല്ല വല്ല കോളേജിൽ ചേർന്ന് ലൈഫ് സെറ്റ് ആക്കണോ? ബോർഡ് എക്സാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നേക്ക്. ക്രാഷ് കോഴ്സിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള അക്കാഡമി സ്പെഷ്യൽ ക്രാഷ് കോഴ്സിൽ ചേർന്ന് എൻട്രൻസ് വൈബ് 1 മാസം കൊണ്ട് സെറ്റ് ആക്കാം. നിങ്ങളുടെ ലേണിംഗ് സ്മൂത്ത് ആക്കാൻ പോലീസ് സാറുമാരും ഡെയിലി എക്സാംസും 1-to-1 മെന്ററിംഗും അടങ്ങിയ ഒരു അഡാർ ഇൻഫ്ര ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ഇപ്പൊ തന്നെ വിളിച്ചേക്കൂ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവര് ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. തിരികെ വാർത്തകളിലേക്ക്. വാടാനപ്പള്ളിയിൽ ശൗചാലയമില്ലാത്ത ഒരു കുടുംബത്തിന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ശൗചാലയം പണിതുകൊടുത്തു. 5ാം വാർഡിൽ താമസിക്കുന്ന ജയശ്രീയുടെ കുടുംബത്തിനാണ് ശൗചാലയം പണിതുകൊടുത്തത്. അശരണയായ സ്ത്രീയും 3 മക്കളും താമസിക്കുന്ന ഈ കുടുംബത്തിൻ്റെ ശൗചാലയത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ആ കുടുംബത്തിന് ഉപയോഗിക്കുന്നതിനായി ശൗചാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ച് നൽകുകയായിരുന്നു. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KV സിജിത്ത്, ബ്ലോക്ക് സെക്രട്ടറി സുഗന്ധിനി ഗിരീഷ്, സുനിൽ വാലത്ത്, പീതാംബരൻ വാലത്ത്, ഹസീന താജുദ്ദീൻ, റാഫി, അഡ്വക്കേറ്റ് രശ്മി സിജിത്ത്, മൂസ കൊളത്തേക്കാട്,
മോഹനൻ വെണ്ണാരത്തിൽ, ഖുറൈഷി അഷ്റഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസമുണ്ട്. അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ചൊന്നും കോൺഗ്രസ് പ്രതിപാദിക്കുന്നില്ല. ഒരു അടിസ്ഥാന സൗകര്യമില്ലാത്ത ഒരു കുടുംബത്തെ സഹായിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇതിൽ മറ്റു രാഷ്ട്രീയമല്ല, ഇതൊരു മനുഷ്യത്വമാണ്, മനുഷ്യ നന്മയാണ് കോൺഗ്രസ് ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയേകാൻ മരണശേഷം നേത്രദാനം ചെയ്യുന്നതിനുള്ള സമ്മതപത്ര വിതരണോദ്ഘാടനം പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തി. നേത്രദാനം മഹാദാനം എന്ന ആപ്തവാക്യവുമായി പുത്തൻപീടിക കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റും ഐബാങ്ക് അസോസിയേഷൻ, കേരള ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്കമാലി എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരാളുടെ നേത്രദാനം 2 പേർക്ക് കാഴ്ച നൽകാൻ സഹായിക്കും. മരണശേഷം 6 മണിക്കൂറിനുള്ളിലും 2 വയസ്സിന് മുകളിലുള്ളവർക്ക് നേത്രദാനം നടത്താം. പള്ളിയങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നേത്രദാന സമ്മതപത്ര വിതരണോദ്ഘാടനം കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി സെക്രട്ടറി ഫ്രാങ്കോ ജേക്കബിന് നൽകി നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫി അക്കരപ്പറ്റേക്കൽ, കൈക്കാരൻ AC ജോസഫ്, പാതുവ സിസ്റ്റേഴ്സ്, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ KA വർഗീസ്, ജെസി വർഗീസ്, ലൂയിസ് താണിക്കൽ, ബിജു ബാബു, ആനി ജോയ്, ജോസ് മേച്ചേരിപ്പടി എന്നിവർ പ്രസംഗിച്ചു. ഇടവകയിലെ 24 കുടുംബ യൂണിറ്റുകളിൽ നേത്രദാന സമ്മതപത്ര വിതരണം നടത്തിയാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഞാൻ പോകുന്ന പല പള്ളികളിലും നേത്രദാന സമ്മതപത്രങ്ങൾ വാങ്ങുക മാത്രമല്ല, അതിൻ്റെ പുറകിൽ സന്നദ്ധ പ്രവർത്തകർ പ്രത്യേകമായിട്ട് പ്രവർത്തിച്ച് 150ഓളം നേത്രങ്ങളാണ് സ്വീകരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു വാടാനപ്പള്ളി പള്ളിയുടെ മാത്രം യൂണിറ്റിന് സാധിച്ചത്. അപ്പോൾ വാടാനപ്പള്ളിക്ക് 150 നേത്രങ്ങൾ കണ്ണില്ലാത്തവർക്ക് കൊടുക്കാൻ സാധിച്ചെങ്കിൽ പുത്തൻപീടികയ്ക്ക് അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ചിന്ത. പടിയം പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പടിയം വില്ലേജ് ഓഫീസ് പരിസരത്ത് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടത്തിയ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. എന്തായാലും നമ്മുടെ പഴയ കാലം മുതൽ ഒരു പുതിയ നിയമം, ജനകീയ ആസൂത്രണം നമ്മുടെ പ്രദേശത്ത് നടപ്പാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതു കാര്യവും ഇടപെടാനും ബന്ധപ്പെടാനുള്ള ചർച്ചയിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രാമത്തിൻ്റെ വികസനത്തിൽ ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പഴയ കാലത്തൊക്കെ ചിലവരുടെ താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന ഒരു സമീപനമായിരുന്നു. ഇപ്പം ഞാനൊക്കെ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് എൻ്റെ ചില സ്വഭാവങ്ങളെ നടപ്പാക്കാറുണ്ട്. എനിക്കെൻ്റെ മനസ്സിൽ വരുന്ന കാര്യം നടപ്പാക്കാറുണ്ട്. അത് ഗുണമാണോ ദോഷമാണോ എന്ന് നോക്കാറില്ല. ജനങ്ങളെൻ്റെ കൂടെ ഒക്കെ വരുമ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ട് പോകും. പക്ഷേ അപ്പോഴും ഞാൻ പരിശോധിക്കാറ് ആ ഗ്രാമത്തിൻ്റെ ജനങ്ങളെ വിളിച്ചു കൂട്ടി അവരുടെ താല്പര്യം എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് എന്നെ അർപ്പിതമായ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തനം നടത്താൻ ഞാൻ മത്സരിച്ചത്. സമിതി കൺവീനർ PK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ടിൻറ്റോ മാങ്ങൻ, വാർഡ് മെമ്പർ പ്രദീപ് കൊച്ചത്ത്, സമിതി ട്രഷറർ അയ്യപ്പുണ്ണി, ജോയിന്റ് കൺവീനർ ഷാഫി കൂട്ടാള എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ റിലീഫ് സംഗമവും പെരുന്നാൾ കിറ്റ് വിതരണവും നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി ഉദ്ഘാടനം ചെയ്തു. അതിന് നേതൃത്വം കൊടുത്ത് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ്. പക്ഷെ നമ്മൾ വളർന്ന് വികസിച്ചുവെങ്കിലും ഇനിയും ഒരുപാട് പോരായ്മകളുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ നടത്തുന്ന ഈ റിലീഫ് പ്രവർത്തനം. നമ്മൾ ഇനിയും എത്രയോ പോകാനുണ്ട് എന്ന് കാണിക്കുന്നതിന്റെ വലിയ ഉദാഹരണമാണ്. സക്കാത്ത് നിർബന്ധമാക്കിയ ഒരു വിശ്വാസമാണ് നമ്മളുടേത്. നമ്മൾ ധാരാളം പണം സമ്പാദിച്ചിട്ടുള്ളവരാണ്. നമ്മൾ പലരും ഗൾഫ് പണം നമുക്ക് ഒരുപാട് സമ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും വ്യക്തിപരമായി പണം സമ്പാദിക്കുന്നു. പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് ഒരു സ്വകാര്യ വ്യക്തിപരമായ കാര്യമായിട്ടാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. അങ്ങനെയല്ല ഇസ്ലാം വിഭാവനം ചെയ്തത്.
പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് സ്വകാര്യമായ വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ ചിന്താഗതി, മുതലാളിത്തത്തിന്റെ ആത്മാവ്. ലോകത്ത് മുതലാളിത്തമുണ്ട്, കമ്മ്യൂണിസമുണ്ട്. മുതലാളിത്തം എന്ന് പറയുന്നത് നിനക്ക് കഴിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ആ കഴിവിനനുസരിച്ച് നീ ജീവിച്ചാൽ മതി. അത് സാമ്പത്തികമാകട്ടെ, നിനക്ക് പ്രയത്നിക്കാനുള്ള കഴിവാകട്ടെ, നിനക്ക് മറ്റേത് രീതിയിൽ ശ്രദ്ധാത്മകമായി പ്രവർത്തിക്കാനുള്ള കഴിവാകട്ടെ, ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള ഒരു പ്രതിഫലമാണ് നിനക്കിവിടെ തിരിച്ചു കിട്ടുക. അതിനുള്ള അർഹതയുള്ളൂ. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ ഹംസ മന്ധലംകുന്ന് അധ്യക്ഷനായി. ഗത്ത് KMCC സംസ്ഥാന ട്രഷറർ PSM ഹുസൈൻ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി PA ഷാഹുൽ ഹമീദ്, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ, മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് PM ഷെരീഫ്, KMCC ജില്ലാ ട്രഷറർ AS നസീർ വാടാനപ്പള്ളി, PK അഹമ്മദ് ഹാജി, AA ഷാഹുൽ ഹമീദ്, റിലീഫ് സെൽ കൺവീനർ AY ഹർഷാദ്, AA ഷജീർ എന്നിവർ സംസാരിച്ചു. കൊടകര കുഴൽപ്പണം കേസ് BJPക്ക് വേണ്ടി അട്ടിമറിച്ച EDയുടെ നിലപാടിനെതിരെ തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. VG വിനോദൻ അധ്യക്ഷത വഹിച്ചു. VR ഷിജിത്ത്, AS സബിത് എന്നിവർ സംസാരിച്ചു. CPI വലപ്പാട് ലോക്കൽ സമ്മേളനം പൊതുസമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. 100 വർഷക്കാലത്തെ പഴക്കവും പാരമ്പര്യവുമുള്ള ദീർഘമായിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ രാജ്യമെമ്പാടും വളരെ വിപുലമായിട്ടുള്ള പരിപാടികളോട് നടത്താനായിട്ട് പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ 25ാം പാർട്ടി കോൺഗ്രസ് നടക്കാനായിട്ട് പോകും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലെനിനിസ്റ്റ് സംഘടനാ രീതി അനുസരിച്ച് ജനാധിപത്യ കേന്ദ്രീകരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് ഈ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. CPI നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗം VC കിഷോർ അധ്യക്ഷനായി. CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AG സുഭാഷ്, CPI ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M സ്വർണലത, ഗീത ഗോപി, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണി നാട്ടിക, കിസാൻ സഭ നാട്ടിക മണ്ഡലം സെക്രട്ടറി VR മോഹൻദാസ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വസന്ത ദേവലാൽ, സുജിൻ പുല്ലാട്ട്, CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട് എന്നിവർ സംസാരിച്ചു. കോതകുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വലപ്പാട് ചന്തപ്പടിയിൽ സമാപിച്ചു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ കഴിമ്പ്രത്ത് റംസാൻ സംഗമം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. സംസാരം കൂടുതലും പ്രവൃത്തി കുറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രസംഗത്തിനൊന്നും യാതൊരു കുറവുമില്ല. അങ്ങനെ പ്രസംഗം കേട്ട് നന്നാവണമായിരുന്നെങ്കിൽ മൈക്ക് സെറ്റുകാരനാണ് ആദ്യം നന്നാവേണ്ടത്. കാരണം അദ്ദേഹം കേൾക്കാത്തൊരു പ്രസംഗം ഉണ്ടാവില്ല. അപ്പോൾ പ്രസംഗത്തിലല്ല കാര്യം, പ്രവൃത്തിയിലാണ് കാര്യം. മുഹമ്മദ് അലി പ്രവർത്തിക്കുന്ന ആളാണ്, കൂടുതൽ വാചാലമായി പ്രസംഗിക്കുന്ന ആളല്ല. വലപ്പാട് പഞ്ചായത്തിൽ ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപയുടെ റിലീഫ് പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. 500 പേർക്കുള്ള കിറ്റ് 350 ഇവിടെയും 150 വലപ്പാട് പഞ്ചായത്തിൻ്റെ വടക്കൻ മേഖലയിലും കൊടുക്കുകയാണ്. അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ആളുകൾക്ക്, രോഗികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തലക്കുളത്തൊക്കെ വലിയ പരിപാടി നടത്തുന്ന ആളുകളാണ്. ക്യാൻസർ, കിഡ്നി ഡയാലിസിസ്, അതേപോലെ സ്ട്രോക്ക് വന്നവർ, അങ്ങനെയൊക്കെ തുടങ്ങി ഓരോ വീടുകളിലും ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 പേർക്ക് ക്യാൻസർ ഉണ്ടാവുക. ഒരു വീട്ടിൽ 2 ആൾ. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ NK മുഹമ്മദ് അലി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ ശിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. MA സുലൈമാൻ മൗലവി, AM ഇക്ബാൽ,
MA സലീം, ഷംനാസ് ഷെരീഫ്, പഞ്ചായത്ത് അംഗം ഫാത്തിമ സലീം, ഹാരിസ് കഴിമ്പ്രം, ഹസീന ഖാദർ, PA അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. അറിഞ്ഞില്ലേ, ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം, ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. പനങ്ങാട് സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയായ പനങ്ങാട് പോഴങ്കാവ് സ്വദേശിയായ ചെന്നാറ വീട്ടിൽ മുത്തു എന്ന് വിളിക്കുന്ന ധനേഷിനെയാണ് 1 വർഷത്തേക്ക് നാടുകടത്തിയത്. ധനേഷിന് കൊടുങ്ങല്ലൂർ, മതിലകം, പുതുക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി 3 അടിപിടി കേസുകളും 1 കവർച്ചാ കേസുമുണ്ട്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൊടുങ്ങല്ലൂർ DYSP VK രാജു, മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിൻസി തോമസ് എന്നിവരാണ് കാപ്പ നടപടികൾ സ്വീകരിച്ചത്. മണലൂർ മണ്ഡലം 7ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പഴയകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് KJ ബേബി അധ്യക്ഷനായി.
DCC ജനറൽ സെക്രട്ടറിമാരായ VG അശോകൻ, KB ജയറാം, KK ബാബു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, റോബിൻ വടക്കേത്തല, ടോണി അത്താണിക്കൽ, VR മോഹനൻ, P ഗോവിന്ദൻകുട്ടി എന്നിവർ സംസാരിച്ചു. ഭരണകർത്താക്കൾ വെടിവെച്ചു കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു പ്രതീകാത്മക ചിത്രത്തിന്റെ പേരായി മഹാത്മാഗാന്ധി വന്ന ഒരു കെട്ട കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ആരെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഞങ്ങൾക്ക് മനസ്സിലായ വാക്കുകളിൽ ലളിതമായൊരു വാചകം പറയാനുള്ളത്. ജർമ്മനിയിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയായിരുന്ന വാൾട്ടർ ബെഞ്ചമിൻ, അദ്ദേഹം ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്, അതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. വാൾട്ടർ ബെഞ്ചമിൻ ചരിത്രത്തെ കുറിച്ച് പറയുന്നത്, ചരിത്രമെന്നത് ഭൂതകാലത്തിലെ സംഭവ വികാസങ്ങളെ ക്രമപ്പെടുത്തി ഒരുക്കി വെക്കലല്ല, മറിച്ച് ആപത്തിന്റെ കാലത്ത് മനസ്സിൽ മിന്നിമായി എന്നൊരു ഓർമ്മയെ എത്തിപ്പിടിക്കലാണ്. കൂരിക്കുഴി 18 മുറി ഹരിതപ്രവാസി കൂട്ടായ്മയും ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലും സംയുക്തമായി റമളാൻ റിലീഫ് വിതരണം നടത്തി. 400ഓളം കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ കിറ്റ് നൽകിയത്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിത പ്രവാസി കൂട്ടായ്മ ചെയർമാൻ TK ഉബൈദ് അധ്യക്ഷനായി. തഖ്വ മസ്ജിദ് ഇമാം സജീർ വഹബി പ്രാർത്ഥന നിർവഹിച്ചു. ഹരിത പ്രവാസി കൺവീനർ AM അബ്ദുള്ളക്കുട്ടി, കൂരിക്കുഴി മഹൽ സെക്രട്ടറി KK ഹംസ, വാർഡ് മെമ്പർ മണി ഉല്ലാസ്, കോർഡിനേറ്റർ TM മൻസൂർ, PK ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലക്ക് വളരെ പ്രശംസനീയമായ ഒരു സേവനമാണ് നടത്തി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ആശ്രിതർ, മനുഷ്യർ, ജീവജാലങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ആശ്രിതരാണ്. അവരെ സഹായിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇതുപോലുള്ള ഈ റിലീഫ് സൗജന്യം. ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി സൈക്ലിസ്റ്റ് തൃശൂർ അംഗങ്ങൾ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ ലഹരി സൈക്ലിംഗ് മാത്രം എന്ന മുദ്രാവാക്യവുമായി പുന്നീറുകുളത്ത് നിന്ന് ആരംഭിച്ച് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് സമാപിക്കുന്ന സൈക്ലോണിന് ET ടൈസൺ MLAയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനത്ത് സ്വീകരണം നൽകി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജുകുട്ടൻ, ER ഷീല, ബ്ലോക്ക് മെമ്പർമാരായ KA കരീം, RK ബേബി, വാർഡ് മെമ്പർമാരായ സന്ധ്യ സുനിൽ, സുജ ശിവരാമൻ, സുജിത സലീഷ് എന്നിവർ പങ്കെടുത്തു. എടത്തിരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി കൊടിമരം നാട്ടൽ നടത്തി. ഇത്തവണ ലഹരിക്കെതിരെ വോളിബോൾ ലഹരി എന്ന പ്രമേയത്തിലാണ് ഏപ്രിൽ 8 മുതൽ 12 വരെ അഖിലേന്ത്യാ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ET ടൈസൺ MLA കൊടിമരം നാട്ടൽ നിർവഹിച്ചു. പ്രശോഭിത മുനപ്പിൽ അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, മുൻ വോളിബോൾ താരങ്ങളായ ഗോപിദാസ്, അൻവർ ഹുസൈൻ, ഷാൽ ഭാസ്കർ, സതീശൻ പൊന്നനം, SNSC സെക്രട്ടറി ലോഹിതാശൻ, ക്ലബ് സെക്രട്ടറി ശ്രീനിവാസൻ പാമ്പൂരി, മോഹൻദാസ് അച്ചുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2024-25 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വനിതകൾക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്കുമുള്ള പോഷകാഹാര കിറ്റ് വിതരണം നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് നമ്മുടെ തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത്. എന്നാൽ കിട്ടില്ലെങ്കിൽ അത് കിട്ടുന്നതിന് വേണ്ടി പിന്നാലെ നടക്കുക എന്നൊരു സമീപനം കൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾക്ക്. പക്ഷെ എന്ത് വന്നാലും നമ്മുടെ ഗ്രാമത്തിന് വേണ്ടിയുള്ള പ്രവർത്തന ശൈലി മാതൃകമായി പ്രവർത്തിച്ചു പോകുന്നവരോട് വളരെ സ്നേഹവും ബഹുമാനമാണ്. അപ്പം അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയേണ്ടായി, ഇവിടെ വന്നിട്ടുള്ള വർക്കർമാരെ കുറിച്ചും വനിതാ വർക്കർമാരെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ കുറിച്ചൊക്കെ പറയേണ്ടായി. നമുക്ക് ഓരോന്നുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പഴയ കാലത്തെ ചരിത്രത്തിൽ വ്യത്യസ്തമായി നമ്മുടെ വനിതകൾക്ക് മാതൃകമായ മാറ്റത്തിൽ കൂടെ മറ്റുള്ള സംസ്ഥാനത്തിൽ വ്യത്യസ്തമായി കേരളത്തിൽ മാതൃകപരമായി വനിതകൾക്ക് വേണ്ടി മാതൃകമായി പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാതെ കേരളത്തിൽ മാത്രമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകളും എല്ലാ പ്രദേശത്തും നടക്കാണ്. നമുക്കെന്നറിയാലോ.
തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യമുള്ള ഭാവിക്ക് ആരോഗ്യമുള്ള വനിത എന്ന മുദ്രാവാക്യം ഉൾക്കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരം തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വനിതകളുടെ രക്തം പരിശോധിച്ചാണ് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്യുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് മെമ്പർ കല, വാർഡ് മെമ്പർമാരായ സന്ധ്യ മനോഹരൻ, KK സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ അബീന അബ്ദുള്ള പദ്ധതി വിശദീകരണം നടത്തി. അന്തിക്കാട് സാന്ത്വനം ട്രസ്റ്റിന്റെയും സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിന്റെയും 24ാം വാർഷികം ആഘോഷിച്ചു. താനിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അതിന് നമ്മുടെ ഷാജിയെ പോലുള്ള സുധാകരനെ പോലുള്ള ആളുകൾക്ക് ആദ്യം തന്നെ ഞങ്ങൾ വളരെയേറെ നല്ല ഒരു അഭിനന്ദനമാണ് അർപ്പിക്കാനായിട്ട് പോകുന്നത്. അത്രയേറെ അവരവരുടെ ജീവിതം പോലും വേണ്ടാന്ന് വെച്ച് അത്രയേറെ റിസ്ക് എടുത്തുകൊണ്ട് നമ്മളൊരു സാധാരണയായ ഒരു കുട്ടിയെ നോക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എത്രമാത്രം വികൃതികളുള്ള കുട്ടികളാണ്, എങ്ങനെയാണ് ഇവരെല്ലാം നോക്കി നമ്മൾ വളർത്തുന്നതെന്ന്. അങ്ങനെ ആ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വയ്യാത്ത കുട്ടികളെ നോക്കി വളർത്തി ഇതുപോലെ സംരക്ഷിച്ചു കൊണ്ടുപോകണമെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കായാലും ഇങ്ങനെയുള്ള സ്കൂളുകളിലെ അധ്യാപകർക്കായാലും എല്ലാവരും വളരെയേറെ ബുദ്ധിമുട്ടി കാര്യങ്ങൾ നോക്കുന്നതാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ട്രസ്റ്റ് കൊണ്ടുപോകണമെങ്കിൽ ആളുകളുടെ സേവനം മാത്രം പോരാ, പണത്തിൻ്റെയും വളരെയേറെ അത്യാവശ്യമാണ്. അത് ഷാജി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഈ ട്രസ്റ്റ് നല്ല ഭംഗിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സാന്ത്വനം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി MP ഷാജി അധ്യക്ഷനായി. ഇരുവൃക്കകളും തകരാറിലായ യുവാവിന് തൻ്റെ വൃക്കകളിലൊന്ന് ദാനം ചെയ്തുകൊണ്ട് അവയവദാനത്തിൻ്റെ മഹത്വം സമൂഹത്തിന് ബോധ്യപ്പെടുത്തിയ പുള്ളു സ്വദേശി ഷൈജു സായിറാമിനെ യോഗത്തിൽ ആദരിച്ചു. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ PP ജോസ്, ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്റർ പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ, സാന്ത്വനം ട്രസ്റ്റ് വികസന സമിതി ജനറൽ കൺവീനർ രാജേഷ് ചുള്ളിയിൽ, EP ഹരീഷ് മാസ്റ്റർ, PTA പ്രസിഡന്റ് രാജലക്ഷ്മി, രജി കളത്തിൽ, S കുമാർ അന്തിക്കാട്, ജോർജ് തൃശൂർ, നൌഷാദ് പടിയം, നാരായൺകുട്ടി, അബൂബക്കർ, സാന്ത്വനം ട്രസ്റ്റ് ട്രഷറർ EG സുധാകരൻ, സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷിജി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. വയോജനങ്ങളായ സുധർമ്മ, വസുന്ധര എന്നിവരെ ആദരിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇഫ്താർ വിരുന്നും ഒരുക്കിയിരുന്നു. സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും തൃശൂർ KST ഓർക്കസ്ട്രയുടെ ഗാനമേളയും അരങ്ങേറി. നാട്ടിക ബീച്ച് വേട്ടുവ സൗഹൃദ സഹായ സംഘത്തിന്റെ ഓഫീസ് ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പരസ്പരം ജാതിയോ മതമൊന്നും നമ്മൾ പറയില്ല. മറ്റുള്ള പ്രദേശം പോലെ ചില പ്രദേശത്തേക്ക് വളരെ സങ്കടകരമായ അവസ്ഥയ്ക്കുണ്ടെങ്കിൽ ഇവിടേക്ക് ഉയർന്ന വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സാംസ്കാരികവും രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റവും നിരന്തരമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ മുതൽക്കൂട്ടായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് സങ്കുചിത ചിന്തകളോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങളോ മറ്റ് രീതിയിലുള്ള അപമാനങ്ങളോ ഒന്നും നമുക്ക് ഏൽക്കേണ്ടി വരാറില്ല. കാരണം ഒറ്റ വീട് അല്ല നമ്മുടെ പ്രദേശം, ഗ്രാമം ഒറ്റ വീട്, ഒരു കൂട്ടം സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട്. ഇതിലൂടെ തുടങ്ങുമ്പോൾ ഇതിങ്ങനെ പണിയേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഇതിൻ്റെ സ്ഥലം നമ്മളവിടെ നമ്പറുണ്ട് എന്നാണ് ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു 2017 നമ്പർ കെട്ടിടം പൊളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി കൊടുത്തിരുന്നു. ടാക്സ് അടക്കുന്നതിൻ്റെ പേര്. സംഘം പ്രസിഡന്റ് AB ഹരിലാൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ KK സന്തോഷ്, PV ദിലീപ് കുമാർ, CR സുരേന്ദ്രൻ, ബാബുലാൽ, AC ഭാസ്കരൻ, സുബ്രഹ്മണ്യൻ, പരമൻ, വിചിത്രകുമാർ എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനാചരണത്തോടനുബന്ധിച്ച് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനവും വിളംബര ജാഥയും സംഘടിപ്പിച്ചു. പെരിഞ്ഞനം സെന്ററിൽ ET ടൈസൺ MLA മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ER ഷീല, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KA കരീം, RK ബേബി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ ഹർഷകുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസിന്റെ നേതൃത്വത്തിൽ നടന്ന വിളംബര ജാഥയിൽ കുടുംബശ്രീ, ആശാ പ്രവർത്തകർ, അംഗനവാടി വർക്കർ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ചെറിയ ആളുകൾ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുന്നത് കാണാം. അങ്ങനെയാണ്. അങ്ങനെ കേരളത്തിൽ പണ്ട് ബ്രഹ്മപുരം, നമുക്ക് എല്ലാവർക്കും അറിയാലോ, ബ്രഹ്മപുരം കത്തി കഴിഞ്ഞപ്പോൾ അന്ന് മാധ്യമങ്ങളും പത്രങ്ങളും ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ പ്രചാരം ചെയ്തു. നമ്മളിതിൽ വല്ലാതെ കുഴപ്പമാണ് നമ്മുടെ ഈ കേരളം. അങ്ങനെ കേരളം കുഴപ്പമാണെന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെ പരിഹരിക്കാനുള്ള പുതിയ പുതിയ രീതികൾ നമ്മൾ ആവിഷ്കരിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇപ്പോൾ യൂണിഫോം ഇട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? ഇത് നമ്മുടെ ഈ സംസ്ഥാനത്തിന് മാത്രം പ്രത്യേകതയാണ്. അന്ന് ആദ്യം അവർക്കൊരു ചെറിയ യൂസേഴ്സ് ഫീ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അല്ലേ, എന്തായിരുന്നു ബഹളം ഉണ്ടായിരുന്നു? ഇന്നൊരു ബഹളവും ഇല്ല. അത് മാത്രമല്ല, നിർബന്ധമായും അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനങ്ങളൊന്നായി കേരളം മാറി. ചെയ്തേ പറ്റൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ഭരണാനുമതിയായി. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം നാടെങ്ങും ശക്തമാകുന്നു. പോക്സോ പീഡന കേസിൽ പ്രതിയായ CPM നേതാവിനെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് BJP ധർണ നടത്തി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.